ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ചെറുപയർ തോരൻ ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര ഗുണമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിശക്തി കൂട്ടാനായിട്ടും അമ്മമാർക്കാണെങ്കിൽ പാലുണ്ടാകാൻ, അതായത് പ്രസവം കഴിഞ്ഞിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ചെറുപയർ തോരൻ. അപ്പോൾ ഇത് ഞാൻ രാവിലെ ചെറുപയർ വെള്ളത്തിയിട്ട് വെക്കും കേട്ടോ. കാരണം ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോഴത്തേന് നമുക്കപ്പം ഒന്നോ രണ്ടോ വിസിൽ മാത്രം മതി കുക്കറിൻ്റെ അകത്ത് വെക്കുമ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി, 3-4 പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, കുറച്ച് ഉപ്പ്, ഇതും കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ മിക്സിക്കകത്ത്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാണേ. ഈ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഇട്ടാലും മതി കേട്ടോ. കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് ഞാൻ ഇട്ടത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ചെറുപയർ തോരന്. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഇടാം. ഞാൻ പക്ഷെ ചതയ്ക്കുന്നതിനകത്ത് ഇട്ടതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല കേട്ടോ. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം അടി പിടിക്കത്തില്ലല്ലോ. ചീൻചട്ടി വെക്കുമ്പം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അരപ്പ് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഇളകി കൊടുത്തു എണ്ണയ്ക്കകത്തിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഈ ചെറുപയറെന്ന് പറഞ്ഞ ഐറ്റം എനിക്കാണെങ്കിൽ ചിലപ്പം കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കഞ്ഞിയും പയറും കിട്ടത്തില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ല, അത് എന്തൊരു പ്രത്യേക ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് സ്കൂളിൽ വെച്ചൊക്കെ കഞ്ഞി കുടിക്കുന്ന സമയങ്ങൾ. എന്നും കുടിക്കാനല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ കുടിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്ത് അരപ്പെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ അകത്ത് ബാലൻസ് കാണും അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ച അരപ്പ്. അപ്പോൾ അത് ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. നമ്മുടെ ചെറുപയർ തോരൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത്തലൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരാം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. എനിക്ക് പക്ഷേ പേഴ്സണലി ഇഷ്ടം വൻപയറാണ് കേട്ടോ. വൻപയർ ഞാൻ എന്തേരം കിട്ടിയാലും ഞാൻ കഴിക്കും. എനിക്ക് വൻപയറും മോരും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. പിന്നെ കുറച്ച് മുളക് ചതച്ചതും അതും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടോ ചോറിടാനായിട്ട്. മീനോ ഇറച്ചിയൊന്നും വേണമെന്നില്ല. ഇങ്ങനത്തെ കുറച്ച് കോമ്പിനേഷൻ നോക്കി കഴിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വെറുതെ ഇടുന്ന ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. എനിക്കിഷ്ടമാണ് വറ്റൽമുളക്. ഇതുപോലുള്ള ചെറുപയർ, വൻപയർ അങ്ങനെയുള്ള കറികൾക്ക് വറ്റൽമുളക് ആഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ ചതച്ചൊക്കെ ഇടാറുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ചതച്ചിടണമെന്ന് തോന്നുവാണെങ്കിൽ ഇട്ടോ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇന്നിപ്പോൾ ചതച്ചൊന്നും ഇട്ടില്ല. എന്തായാലും നമ്മുടെ സൂപ്പർ ചെറുപയർ തോരൻ ഇവിടെ റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.